ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഐസ്ക്രീമാണ് ചെയ്യണത്. അത് വെറും ഐസ്ക്രീം അല്ല, സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല്, പിന്നെ പാൽപ്പൊടി, പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പിന്നെ ബൂസ്റ്റ്, പിന്നെ നമുക്ക് ബട്ടർ വേണം. അപ്പോൾ 2 സ്പൂൺ ബട്ടർ മതിയാവും. പിന്നെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങിയാലോ. ഒരു ഗ്ലാസ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വരുമ്പോഴേക്കും ഗ്ലാസ്സിലേക്ക് ഞാൻ ആ പാൽപ്പൊടി ഇട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തിളച്ച് വന്ന പാലിലേക്ക് നമ്മുടെ ഈ പാൽപ്പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വരണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പാൽ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇന്ന് ഞാനത് മാറ്റി വെച്ചു. ഇനി അതിൽ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാ. ആ പഞ്ചസാര എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതൊന്ന് ക്യാരമലൈസ് എടുക്കട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാര ക്യാരമൽ ചെയ്തുന്ന സമയത്ത് പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഈ പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ക്യാരമൽ ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിക്കണം കേട്ടോ. പാല് ചിലപ്പോൾ പിരിഞ്ഞു പോയാലാ. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ പാല് നമ്മൾ കുറുക്കി വെച്ചാൽ പാൽ അതിലേക്ക് ഒഴിച്ച് നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് തിളപ്പിച്ച് നല്ല കുറുകിയ പരുവത്തിന് എടുക്കണം. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ല കുറുകിയ പരുവത്തിൽ എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയത് ഈ പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് ഒരു ബൗളിൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ആ ബൗൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനീ വലിയ ബൗളിൽ ഒഴിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ബീറ്റർ പണി തന്ന് അത് വർക്ക് ചെയ്യാണ്ടായി. അപ്പം ഞാൻ വേഗം മിക്സിയുടെ ജാറിലേക്ക് ഈ ക്രീം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം പ്രസ് ബട്ടൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഒരുപാട് തിക്കാവണ്ട, കേക്കിനൊക്കെ ആവണ പോലത്തെ അത്ര തിക്കായിട്ട് വരണ്ട, ഈ ഒരു പരുവത്തിന് വന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചേർന്ന പാലിൻ്റെയും പിന്നെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കുറുക്കിയെടുത്ത ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് കറക്കിയെടുക്കണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് ആ 2 രൂപയുടെ ഒരു പാക്കറ്റാണ്. അത് ഫുൾ അതിലേക്ക് ചേർത്ത്, ഒരുപാട് ചേർത്താൽ ചിലപ്പോൾ കയ്പ്പ് രസം വരും. പിന്നെ നമ്മൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് 5 രൂപയുടെ ആ ഒരു ചെറിയ പാക്കറ്റ്, ആ ഒരു ബൂസ്റ്റ് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കറക്കി എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതേ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീം വെച്ചിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യേണ്ട. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കാഷ്യൂനട്ടാണ്, ഒന്ന് പൊട്ടിച്ചെടുത്തേക്കുന്നതാണ്. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഈ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കിതുപോലെ ഇടയ്ക്കിടെ കാഷ്യൂനട്ടൊക്കെ കടിക്കാൻ കിട്ടൂലേ, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യം തന്നെ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഐസ്ക്രീമിൻ്റെ ഏറ്റടിയിലേക്ക് പോയി താഴെ ഏറ്റടിയിൽ കിടക്കും ഈ കാഷ്യൂനട്ട്. അതുകൊണ്ടാണ് നമ്മളിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം കാഷ്യൂനട്ട് ഇടുന്നത്. ഇനി ഇത് വീണ്ടും നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് അടുത്ത ഒരു 10-12 മണിക്കൂറെങ്കിലും കഴിയണം. അതിന് ശേഷം നമുക്കിത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി വെച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്കൂപ്പായിട്ട് കിട്ടണുണ്ട് കേട്ടോ. അതേ നോക്കി, നമുക്ക് ഈ സ്കൂപ്പ് ചെയ്യണ ആ സ്പൂൺ വെച്ച് ചെയ്യുമ്പോഴാണ് സ്കൂപ്പായി കിട്ടാറ് സാധാരണ. ഇത് നോക്കി, ഇതല്ലാതെ തന്നെ നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് സ്കൂപ്പായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള
ഐസ്ക്രീമാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്ക് കാഷ്യൂനട്ടൊക്കെ ഇട്ടേക്കണോണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് ആ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എളുപ്പമാണ്. വിപ്പിംഗ് ക്രീമിനൊന്നും ഒരുപാട് ചിലവൊന്നുമില്ല. നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ദേ ഈ ഐസ്ക്രീം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, പോരാതെ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ. അവർ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.